നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് ജാമ്യമില്ല. അതേസമയം ബോർഡംഗമായിരുന്ന അഡ്വക്കേറ്റ് അജികുമാറിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഈ ഉത്തരവ് പറഞ്ഞത്. അതായത് ഈ കേസിൽ രണ്ടുപേരും നേരത്തെ പ്രതി ചേർക്കപ്പെട്ടിരുന്നു. ഇതിൽ PS പ്രശാന്തിന് ജാമ്യം നൽകേണ്ടതില്ല എന്ന് കോടതി തീരുമാനിക്കുകയും അജികുമാറിന് ജാമ്യം നൽകുകയുമായിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അജികുമാറിന് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഡയാലിസിസ് അടക്കമുള്ള ഒരു ചികിത്സാ രീതികൾക്ക് അദ്ദേഹം വിധേയനാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അജികുമാറിന് ജാമ്യം നൽകാൻ കോടതി തീരുമാനിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങൾ PS പ്രശാന്തും ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല. നിലവിൽ ജാമ്യം നൽകേണ്ടതില്ല എന്ന തീരുമാനമാണ് PS പ്രശാന്തിൻ്റെ കാര്യത്തിൽ കോടതി സ്വീകരിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് PS പ്രശാന്ത് അറസ്റ്റിലാകുന്നതും അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെടുന്നതും. അതുവരെ അദ്ദേഹത്തിന് സർക്കാരിൻ്റെ സംരക്ഷണമുണ്ടോ എന്നൊരു സംശയം നേരത്തെ ഉയർന്നിരുന്നു. കാരണം ഇദ്ദേഹം ഒരു LDFൻ്റെ നേതാവാണ്. കോൺഗ്രസിൽ നിന്നും CPMലേക്ക് വന്ന ഒരു നേതാവാണ്. അദ്ദേഹം CPMൻ്റെ ഭരണകാലത്താണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി നിയമിക്കപ്പെട്ടത്. പിന്നീട് അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒട്ടനവധി വിവാദ സംഭവങ്ങൾ ഉണ്ടായത്. സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിവാദ സംഭവങ്ങൾ പുറത്തു വരുന്നത് ആ സമയത്താണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള 2019 ഈ ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അത് ഈ കട്ടിളപ്പാളിയും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളുമെല്ലാം ഇളക്കിക്കൊണ്ട് പുറത്തേക്ക് പോവുകയും പിന്നീട് ഒരു സ്വകാര്യ കമ്പനിയിൽ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്തു. ഈ അറ്റകുറ്റപ്പണിക്കിടയിലാണ് ഈ സ്വർണ്ണപ്പാളികളിലെ സ്വർണം നഷ്ടമായത്. പരമ്പരാഗതമായി വിജയ് മല്യ ചാർത്തിക്കൊടുത്ത അല്ലെങ്കിൽ പൂശിയെടുത്ത ആ സ്വർണം അത് ഈ പാളികളിൽ നിന്നും വേർതിരിച്ചെടുക്കുകയും പകരം ഇലക്ട്രോപ്ലേറ്റിങ്ങിലൂടെ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരികയുമായിരുന്നു. അതിൽ പാളികളുടെ തൂക്കത്തിന് വലിയ വ്യത്യാസം കണ്ടിരുന്നു. 2025 ഇതേ സ്വർണ്ണപ്പാളികൾ വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി സ്വകാര്യ കമ്പനിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഇത് വിവാദമാകുന്നതും ഇത് പിന്നീട് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ വരുന്നതും. സ്പെഷ്യൽ ഓഫീസറെ പോലും സ്പെഷ്യൽ കമ്മീഷണറെ പോലും വിവരം അറിയിക്കാതെയാണ് ഈ സ്വർണ്ണപ്പാളികൾ അന്ന് ഇളക്കിയെടുത്ത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് തൊട്ട് മുന്നോടിയായി ഈ കൊണ്ടുപോയത്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ വാർത്തകളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ ശബരിമല സ്വർണ്ണപ്പാളികൾ അവിടെ നിന്നും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പുറത്തേക്ക് കടത്തുകയായിരുന്നു. അതായത് ശ്രീകോവിലിൽ ഇത്തരത്തിലുള്ള സ്വർണവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തണം എന്നായിരുന്നു ചട്ടം. എന്നാൽ ആ ചട്ടങ്ങൾ പാലിക്കാതെ ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് ഇവർ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോവുകയായിരുന്നു. വിവരം സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിച്ചില്ല. ഇതോടുകൂടിയാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിലേക്ക് ഇത് വന്നത്. പിന്നീട് ഹൈക്കോടതി കഴിഞ്ഞ തവണ ഇത്തരത്തിൽ കൊണ്ടുപോയ രേഖകൾ പരിശോധിക്കുകയായിരുന്നു. ആ രേഖകൾ പരിശോധിക്കുമ്പോഴാണ് ഇതിൽ വൻതോതിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 4 മുതൽ 5 കിലോഗ്രാം വരെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തേക്ക് വരുന്നത്. അതിനുശേഷമാണ് വിശദമായ അന്വേഷണം നടന്നത്. SIT അന്വേഷണം നടന്നു. ആദ്യം വിജിലൻസ് അന്വേഷണമാണ് നടന്നത്. പിന്നീട് SIT അന്വേഷണം നടന്നുകൊണ്ടിരുന്നു. ആ സമയത്തൊക്കെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി പോലും അറസ്റ്റിലായിട്ടും ഈ 2025 കാലഘട്ടത്തിൽ വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾക്കായി കടത്തിയ PS പ്രശാന്തിനെ പ്രതിയാക്കിയിരുന്നില്ല. ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നുവെങ്കിലും വിട്ടയക്കുകയായിരുന്നു. അത് ഈ ഭരണത്തിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ടായിരുന്നു എന്നാണ് അന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത്. കാരണം 2019 ഭരണസമിതിക്കാണ് തെറ്റുപറ്റിയതെന്നും അവിടെയാണ് ചില പ്രശ്നങ്ങൾ ഉള്ളത് എന്നുമൊക്കെ ആയിരുന്നു അന്ന് PS പ്രശാന്ത് പറഞ്ഞിരുന്നത്. 2019 ഭരണസമിതി നടത്തിയ ചട്ടലംഘനം എന്തിന് 2025 ആവർത്തിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. പക്ഷേ പിണറായി വിജയൻ സർക്കാർ അധികാരം ഒഴിയുന്നതുവരെ PS പ്രശാന്തിനെതിരെ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ SITയുടെ പ്രത്യേക അന്വേഷണ സംഘം അത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുകയെന്നും അതിൽ തങ്ങൾ ഇടപെട്ടിട്ടില്ല എന്നുമായിരുന്നു മുൻ സർക്കാരിൻ്റെ വാദം. എന്നാൽ സർക്കാർ താഴെ ഇറങ്ങിയതോടുകൂടി വീണ്ടും അന്വേഷണം ഈ PS പ്രശാന്തിലേക്ക് മാറുകയായിരുന്നു. അവിടെ SITക്ക് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണ് ഈ PS പ്രശാന്തിനെ പ്രതി ചേർക്കാതിരുന്നത്. പ്രതി ചേർക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും. എന്നാൽ സർക്കാർ മാറിയതോടുകൂടി അന്വേഷണ സംഘം ഇതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കേണ്ടതിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് അന്വേഷണം ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിലാണ് PS പ്രശാന്തിനെ പ്രതി ചേർത്തിരിക്കുന്നതും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നതും. നിരവധി തവണ അദ്ദേഹം ജാമ്യത്തിന് ശ്രമിച്ചു, പക്ഷേ ജാമ്യം ലഭിച്ചിട്ടില്ല. ഗുരുതരമായ കുറ്റകൃത്യമാണ് PS പ്രശാന്തിന് നേരെ ഉയർന്നത്. അതായത് മുൻ ഭരണസമിതി ചെയ്ത വൻ സ്വർണ്ണക്കൊള്ള, ആ സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമാണ് ഇദ്ദേഹം ഈ രീതിയിൽ കൊണ്ടുപോയത്. അതായത് ഈ വീണ്ടും സ്വകാര്യ കമ്പനിയിലേക്ക്, അതായത് സ്വർണ്ണങ്ങൾ മോഷ്ടിച്ച അതേ സ്വകാര്യ കമ്പനിയിലേക്ക് വീണ്ടും കൊണ്ടുപോയത് എന്നാണ്. ഇദ്ദേഹം PS പ്രശാന്ത് സ്വന്തം കൈപ്പടയിലാണ് ഉദ്യോഗസ്ഥരുടെ വാദങ്ങൾ പോലും തള്ളിക്കൊണ്ട് ഇത് സ്വർണ്ണപ്പാളികൾ സ്വകാര്യ കമ്പനിയിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം ഫയലിൽ എഴുതിയത് എന്നതടക്കമുള്ള രേഖകളുണ്ട്. മാത്രമല്ല ചില രേഖകൾ അട്ടിമറിക്കാനുള്ള ശ്രമം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് SIT സംഘം കണ്ടെത്തുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് PS പ്രശാന്തിനെയും അതുപോലെ തന്നെ ബോർഡംഗം അജികുമാറിനെയും അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇന്നത്തെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ PS പ്രശാന്തിനോട് കോടതി ഒട്ടും ദയ കാട്ടിയില്ല. പക്ഷേ അജികുമാറിൻ്റെ ഗുരുതരമായ ആരോഗ്യാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഡയാലിസിസ് അടക്കമുള്ള ചികിത്സാ രീതികൾ പിന്തുടരുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയാണ്. പക്ഷേ കേസിൻ്റെ മെറിറ്റിലേക്ക് പോയിട്ടില്ല എന്ന് കോടതി കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നിർണായകമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ആ ഘട്ടത്തിലാണ് അജികുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. SIT അന്വേഷണത്തിൽ സർക്കാരിന് തൃപ്തിയില്ല എന്ന് പരോക്ഷമായി ദേവസ്വം മന്ത്രി K മുരളീധരൻ തന്നെ പറഞ്ഞിരുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ അന്വേഷണത്തെ കൃത്യമായി വിലയിരുത്താൻ കഴിയൂ. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അന്വേഷണ പുരോഗതി വിലയിരുത്തി പുതിയ അന്വേഷണം വേണമെങ്കിൽ പ്രഖ്യാപിക്കും എന്നുവരെ K മുരളീധരൻ പറഞ്ഞിരുന്നതാണ്. ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. അതായത് ഈ ഘട്ടത്തിൽ PS പ്രശാന്തിന് തിരിച്ചടിയേറ്റിരിക്കുകയാണ്. ശബരിമല നെയ്യ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലും ഇവർ പ്രതികളാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതായത് ശബരിമലയിലേക്ക് നെയ്യ് വാങ്ങാൻ, മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങാൻ തീരുമാനിക്കുന്നു. ആ മിൽമ നെയ്യ് അല്ല ശബരിമലയിലേക്ക് എത്തിയത്. ഇടയ്ക്ക് വെച്ച് മായം കലർന്ന നെയ്യ് കലർത്തി അത് ശബരിമലയിലേക്ക് എത്തിക്കുകയായിരുന്നു. മിൽമയിൽ നിന്ന് വന്ന ഉയർന്ന നിലവാരമുള്ള നെയ്യ് അത് മാർക്കറ്റിലേക്ക് വിറ്റഴിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം അത് ശബരിമലയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് കേസ്. ആ കേസിലും ഇപ്പോൾ വ്യാപകമായ അന്വേഷണം നടക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് PS പ്രശാന്തിന് ജാമ്യം കോടതി നിഷേധിക്കുന്നത്.